നമസ്കാരം. കൊല്ലം പ്രദീപ് കുമാർ. എല്ലാവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് നവരാത്രി പൂജയിലെ 5ാമത്തെ ദിനമായ പഞ്ചമി തിഥിയിൽ നമ്മൾ ആചരിക്കുന്ന ദുർഗാദേവിയുടെ ഭാവമായ സ്കന്ദമാതാദേവിയെക്കുറിച്ചാണ്. പേര് കേൾക്കുന്നത് പോലെ തന്നെ സ്കന്ദൻ്റെ മാതാവ് അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്മ എന്നു തന്നെയാണ് അർത്ഥം. ആ ദേവിയുടെ രൂപഭാവങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ധൈര്യത്തിൻ്റെ പ്രതീകമായ സിംഹരാജൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്ന 4 കൈകളുള്ള ഒരു ദേവിയാണിത്. 2 കൈകളിൽ താമരപ്പൂക്കളാണ് പിടിച്ചിരിക്കുന്നത്. ഒരു കൈകൊണ്ട് പുത്രനായ സ്കന്ദനെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. മറ്റേ കൈകൊണ്ട് അഭയമുദ്ര കാണിച്ചിരിക്കുന്നു. കഠിനാധ്വാനം ചെയ്ത് വിജയത്തിൽ എത്തിച്ചേരുക എന്നുള്ള ദൃഢനിശ്ചയവും മനസ്സും ദേവിയെ ഭജിക്കുന്നവർക്ക് ഉറപ്പായും ലഭിക്കുന്നതാണ്. പുത്രനെ വാത്സല്യപൂർവ്വം ചേർത്ത് പിടിച്ചിരിക്കുന്ന മാതൃവാത്സല്യത്തിൻ്റെ ഭാവം കാണിക്കുന്നത് സ്വന്തം ഭക്തരെ സ്വന്തം പുത്രനെ പോലെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്കന്ദമാതാവിനെ പ്രാർത്ഥിച്ചാൽ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുന്ന ഫലം കൂടി ലഭിക്കുന്നതാണ് എന്ന് പറയാം. സ്കന്ദൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടൊരു ഐതിഹ്യ കഥയുണ്ട്. പണ്ട് താരകാസുരൻ എന്നു പേരുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഈ അസുരൻ വിശിഷ്ട വരം ലഭിക്കുന്നതിന് വേണ്ടി ബ്രഹ്മദേവനെ തപസ്സു ചെയ്തു. അങ്ങനെ ബ്രഹ്മദേവൻ പ്രസാദിച്ച് പ്രത്യക്ഷപ്പെട്ട് വരവും നൽകി. ശിവപുത്രനിൽ നിന്നല്ലാതെ തനിക്ക് മരണമുണ്ടാകരുത് എന്നായിരുന്നു വരം. ഈ വരം കിട്ടിയത് കൊണ്ട് തന്നെ അഹങ്കാരം മൂത്ത് ദേവലോകത്തെ ദേവന്മാരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചും കഷ്ടപ്പെടുത്തിയും രസിച്ചു ഉല്ലസിച്ച് നടക്കുകയായിരുന്നു താരകാസുരൻ. അയാളുടെ ചിന്ത ഇനി ശിവഭഗവാന് പുത്രൻ ജനിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ തനിക്ക് മരണവും ഇല്ല എന്നതായിരുന്നു. കാരണം സതീദേവിയുടെ വിയോഗത്തിന് ശേഷം ശിവൻ കഠിനമായ ദുഃഖവും ദേഷ്യവും വൈരാഗ്യവും ഒക്കെയായിട്ട് അതിഭയങ്കരമായിട്ട് ആർക്കും ഉണർത്താൻ പറ്റാത്ത വിധത്തിലുള്ള കഠിനമായ തപസ്സു ചെയ്യുകയായിരുന്നല്ലോ. അവസാനം ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം സതീദേവി പാർവതീദേവിയായിട്ട് പുനർജനിക്കുകയും ബ്രഹ്മചാരിണീ ദേവിയായി തപസ്സനുഷ്ഠിക്കുകയും ചന്ദ്രഖണ്ഡയായി ഭഗവാൻ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ശിവപാർവതിമാരുടെ സംയോഗം നടക്കുകയും ദിവ്യമായ ഊർജം ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം. ഭൂമിദേവിക്ക് ആ ഭാരം താങ്ങാൻ കഴിയാത്തതുകൊണ്ട് ആ ദിവ്യ ഊർജത്തെ അഗ്നിദേവനെ ഏൽപ്പിക്കുകയുണ്ടായി. എന്നാൽ അഗ്നിദേവനും ആ ഊർജത്തെ അധികകാലം താങ്ങാൻ കഴിയാത്തതുകൊണ്ട് അഗ്നിദേവൻ ആ ഊർജത്തെ ഗംഗാദേവിയെ ഏൽപ്പിച്ചു. എന്നാൽ ഗംഗാദേവിക്കും അത് താങ്ങാൻ കഴിയാതെ വരികയും അത് പാർവതീദേവിയുടെ ശരവണപ്പൊയ്കയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. അവിടെ വെച്ച് 6 തലയുള്ള സുബ്രഹ്മണ്യൻ അഥവാ അറുമുഖൻ ജനിച്ചു എന്നുമാണ് ഐതിഹ്യം പറയുന്നത്. ജനിച്ച 7ാമത് ദിവസം തന്നെ സ്കന്ദൻ താരകാസുരനെ വധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പ്രപഞ്ചത്തിന് ആകെ ഉപകാരം ചെയ്ത ദേവനായതുകൊണ്ട് ആ ദേവനെ സ്കന്ദൻ എന്ന് വിളിച്ചു. അങ്ങനെ ദേവിയെ സ്കന്ദമാത എന്നും അറിയപ്പെട്ടു. ലോകത്തിനെ ആകമാനം രക്ഷിക്കാനുള്ള കുഞ്ഞാണ് നീ എന്നും കാലത്തിൻ്റെ ഉത്തരവാദിത്വമാണ് നിന്നിലൂടെ നിറവേറ്റപ്പെട്ടതെന്നും ദേവി സുബ്രഹ്മണ്യനെ പറഞ്ഞ് അനുഗ്രഹിച്ചു. ദേവിയുടെ അനുഗ്രഹവും ശക്തിയുമാണ് 7ാം നാളിൽ താരകാസുരനെ വധിക്കുന്നതിന് സ്കന്ദനെ പ്രാപ്തനാക്കുന്നത്. ഇതിനാധാരമായി പറയപ്പെടുന്ന കഥ മഹാഭാരത യുദ്ധം ചെയ്ത് പത്മവ്യൂഹത്തിലകപ്പെടുന്ന അർജുനപുത്രനായ അഭിമന്യുവിൻ്റെ കഥയാണ്. അഭിമന്യു ഗർഭത്തിലിരിക്കുന്ന അവസ്ഥയിൽ സുഭദ്ര ഉറങ്ങിപ്പോയതുകൊണ്ട് പത്മവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബാക്കി ഭാഗം കേൾക്കാനുള്ള ഭാഗ്യം ആ കുഞ്ഞിന് ഇല്ലാതെ പോയതും മരണം സംഭവിക്കാൻ ഇടയായതും എന്നാണ്. ഓം ദേവി സ്കന്ദമാത്രേ നമ എന്നാണ് ദേവിയുടെ മന്ത്രം. ഈ ദേവിയുടെ ധ്യാന ശ്ലോകം സിംഹാസനഗതാ നിത്യം പദ്മാശ്രിത കരദ്വയ ശുഭദാസു സദാദേവി സ്കന്ദമാത യശസ്വിനി. ഓം ദേവി സ്കന്ദമാത്രേ നമ. മന്ത്രം ജപിക്കുമ്പോൾ ഉച്ചാരണത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്കന്ദമാത്രേ എന്ന് തന്നെ പറയണം. മുൻ ദേവിമാരുടെ മന്ത്രങ്ങൾ പറഞ്ഞതുപോലെ മാതായേ എന്ന് പറയരുത്, സ്കന്ദമാത്രേ എന്ന് പറയുക. ഇവിടെ ഓം ദേവി സ്കന്ദമാത്രേ നമ എന്നാണ്. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ശുഭത്തിന്റെ മുകളിൽ നിന്ന് 2 കൈകളിലും താമരപ്പൂ പിടിച്ചിരിക്കുന്ന ദേവി ശുഭത്വം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ്. അപ്പോൾ സ്വന്തം ഭക്തർക്ക് സംരക്ഷണവും ശക്തിയും ഐശ്വര്യവും ധനവും വിദ്യയും ദേവിയെ പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ നവരാത്രി കാലത്ത് എല്ലാവരും ഷഷ്ഠി തിഥിയുടെ അന്ന് ദേവിയെ പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ ചെയ്ത് അനുഗ്രഹം വാങ്ങുമാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. सिंहासनगता नित्यं
श्रितकरद्वया शुभदास्तु सदा देवी स्कन्दमाता यशस्विनी।